iOS 18.4 അപ്ഡേറ്റിലൂടെ ഐഫോണിൽ വരുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായി 0.4 സീരീസിലുള്ള അപ്ഡേറ്റുകൾ കുറച്ച് വലിയ അപ്ഡേറ്റുകളും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഐഫോണിൽ കൊണ്ടുവരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ വീഡിയോയുടെ ആദ്യ പകുതിയിൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമല്ലാതെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടാം പകുതിയിൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും പറയുന്നതാണ്. ആദ്യമായിട്ട് കൺട്രോൾ സെന്ററിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആഡ് എ കൺട്രോൾ ഓപ്ഷനിൽ വന്ന് സെർച്ച് ബാറിൽ ആംബിയന്റ് മ്യൂസിക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചില ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്. സ്ലീപ്പ്, ചിൽ, പ്രൊഡക്ടിവിറ്റി, വെൽബീയിങ് എന്നിങ്ങനെയുള്ള ചില മ്യൂസിക് കാറ്റഗറിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമുക്ക് നമ്മുടെ കൺട്രോൾ പാനലിലേക്ക് ആഡ് ചെയ്യുവാനും അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സബ്സ്ക്രിപ്ഷനും ഇല്ലെങ്കിൽ തന്നെയും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങളുടെ ഫോണിൽ എപ്പോഴും പ്ലേ ചെയ്യുവാൻ ഈ ഓപ്ഷൻസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. കൺട്രോൾ പാനലിൽ തന്നെ കാണാൻ കഴിയുന്ന മറ്റൊരു വ്യത്യാസം, നമ്മൾ ഈ ഒരു വൈഫൈയും സെല്ലുലാർ കണക്ഷനും ഒക്കെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനിൽ തന്നെ വൈഫൈയുടെയും സെല്ലുലാർ കണക്ഷൻ്റെയും സിഗ്നൽ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് ആ ഒരു ഐക്കൺസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ കൺട്രോൾ പാനലിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോക്കസ് മോഡിന്റെ ഐക്കണിന്റെ തൊട്ടപ്പുറത്തായിട്ട് പുതിയതായി 2 ആരോ മാർക്കും വന്നതായി കാണാൻ കഴിയും. ഇതൊക്കെ ചെറുതായി വിഷ്വലി വന്നിരിക്കുന്ന ചില മാറ്റങ്ങളാണ്. ഡേ ടു ഡേ ലൈഫിൽ വലിയ ഉപകാരപ്രദമായ മാറ്റങ്ങളൊന്നുമല്ല. ഇതുകൂടാതെ iOS 18.4 അപ്ഡേറ്റിലൂടെ സെറ്റിംഗ്സിൽ സിരിയുടെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വോയിസിന്റെ ഓപ്ഷനിൽ ഓസ്ട്രേലിയൻ ഭാഷ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയതായിട്ട് ചില വോയിസുകളും ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു അപ്ഡേറ്റിലൂടെ വിഷ്വലി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വ്യത്യാസം, ഇതിനു മുൻപേ പ്രൈവസി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മുടെ ഫോണിലെ മൈക്രോഫോൺ ഓൺ ആകുമ്പോൾ ഒരു ഓറഞ്ച് ഡോട്ടും ക്യാമറ ഓൺ ആകുമ്പോൾ ഒരു ഗ്രീൻ ഡോട്ടും നമ്മുടെ ഫോണിന്റെ ഡൈനാമിക് ഐലൻഡിലായിരുന്നു കാണുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിന് ചെറിയൊരു ആനിമേഷനും കൂടെ കൊടുത്ത് പ്രൈവസി ഇൻഡിക്കേറ്റേഴ്സ് ഡൈനാമിക് ഐലൻഡിന്റെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ കാണാൻ കഴിയുന്നതാണ്. iOS 18.4 അപ്ഡേറ്റിലൂടെ ചില പുതിയ ഇമോജികൾ കൂടെ ആഡ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഇനി ഇന്ത്യയിൽ ലഭിക്കാത്ത എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ലഭിക്കുന്ന ന്യൂസ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വശത്തായിട്ട് ഫുഡ് എന്ന് പറയുന്ന പുതിയൊരു കാറ്റഗറി കാണാൻ കഴിയും. ഈ ഒരു കാറ്റഗറി ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പുതിയ റെസിപ്പീസ് കണ്ടെത്തുവാനും ചില കുക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇനി ആപ്പ് സ്റ്റോറിൽ നിന്ന് പുതിയ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് അത് പോസ് ചെയ്യുവാനും അങ്ങനെ പോസ് ചെയ്തിരിക്കുന്ന ഡൗൺലോഡ് പിന്നീട് നിങ്ങൾക്ക് റെസ്യൂം ചെയ്യുവാനുള്ള ഓപ്ഷൻ ഈ ഒരു അപ്ഡേറ്റിലൂടെ വരുന്നതാണ്. ഇനി iOS 18.4 അപ്ഡേറ്റിലൂടെ സഫാരി ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റം, നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ബ്രൗസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിലേക്കുള്ള ഒരു ലിങ്ക് ആണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന ആപ്പിൾ വിഷൻ പ്രോയുടെ പുതിയൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ആപ്പിൾ ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ പുതിയതായിട്ട് ആപ്പ് സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കില്ല എന്നുള്ളതും എടുത്ു പറയട്ടെ. ഇതുകൂടാതെ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനകത്ത് ചില പുതിയ ആക്ഷനുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഷോർട്ട് കട്ട്സുമായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപകാരപ്രദമാകുമെന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇൻഡെപ്ത് പോയാൽ മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും എനിക്കിത് വളരെ ചെറിയ മാറ്റങ്ങളായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ഈ ഒരു അപ്ഡേറ്റിലൂടെ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ മലയാളം ഫോണ്ടിന് ചെറിയൊരു വ്യത്യാസം കാണാൻ കഴിയും. ആദ്യം ഞാനിത് വിചാരിച്ചത് പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ മാത്രമാണ് ഈ ഒരു വ്യത്യാസം എന്നാണ്. എന്നാൽ മെസ്സേജസിലൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ മലയാളം ഫോണ്ടിൻ്റെ ചെറിയൊരു വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇതുവഴി ശ്രമിക്കുന്നത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചും ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഇത്രയാണ് ആപ്പിൾ ഇന്റലിജൻസ് ഇല്ലാത്ത ഫോണുകളിൽ ലഭിക്കുന്ന പ്രധാന മാറ്റങ്ങൾ. എല്ലാം വളരെ ചെറുതും എന്നാൽ അത്ര ഉപകാരപ്രദമല്ലാത്തതുമായ മാറ്റങ്ങളാണ്. എന്നാൽ iOS 18.4 അപ്ഡേറ്റിലൂടെ പ്രധാനമായ മാറ്റങ്ങൾ വരുന്നത് ആപ്പിൾ ഇന്റലിജൻസിന്റെ കാര്യത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആപ്പിൾ iPhone 16 സീരീസിലുള്ള ഫോണുകൾ സെല്ല് ചെയ്യുന്നത് ആപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചുള്ള പ്രോമിസുകൾ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അവരുടെ സോഫ്റ്റ്വെയർ ഡിവിഷൻ ആപ്പിൾ ഇന്റലിജൻസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഈ iOS 18 സീരീസിലൂടെ കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന വലിയൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി മുതൽ ആപ്പിൾ ഇന്റലിജൻസ് ഇംഗ്ലീഷ് ഇന്ത്യ ലാംഗ്വേജിലും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ ആപ്പിൾ ഇന്റലിജൻസ് ആൻഡ് സിരി എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് സെറ്റ് ചെയ്യണം. ഇതുകൂടാതെ നമ്മുടെ ഫോണിന്റെ ലാംഗ്വേജും ജനറൽ സെറ്റിംഗ്സിൽ വന്ന് ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ഇവിടെയും ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഇങ്ങനെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഡേറ്റ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് വൈഫൈ കണക്ഷൻ്റെ ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് 1-2 ദിവസം എടുക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ഫോണിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു മുമ്പേ നമ്മൾ കണ്ട സിരി ഓപ്ഷൻ ഇനി മുതൽ ഇംഗ്ലീഷ് ഇന്ത്യ ലാംഗ്വേജ് സപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുന്നതാണ്.
ആപ്പിൾ ഇന്റലിജൻസിന്റെ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ താഴെയായിട്ട് പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷനുകൾക്ക് ഒരു പ്രയോറിറ്റി ലഭിക്കുകയും അത് നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മളെ കാണിക്കുകയും ചെയ്യുന്നതാണ്. ഇതുവരെ ഐഫോൺ 16 സീരീസിന് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന വിഷ്വൽ ഇന്റലിജൻസ് ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ച് 15 പ്രോ സീരീസിലും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിംഗ്സിൽ ആക്ഷൻ ബട്ടന്റെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വിഷ്വൽ ഇന്റലിജൻസിന്റെ ഓപ്ഷൻ ആക്ഷൻ ബട്ടണിലേക്ക് മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും വന്നതായി കാണാൻ കഴിയും. ഇനി ഇതുകൂടാതെ കൺട്രോൾ പാനലിൽ നിന്ന് തന്നെ വിഷ്വൽ ഇന്റലിജൻസിന്റെ ഓപ്ഷൻ നമ്മുടെ ഫോണിലേക്ക് ആഡ് ചെയ്യാനും കഴിയുന്നതാണ്. ഇങ്ങനെ നമുക്ക് വിഷ്വൽ ഇന്റലിജൻസിന്റെ ഓപ്ഷൻ ആക്ഷൻ ബട്ടണിലേക്കും കൺട്രോൾ പാനലിലേക്കും കൊണ്ടുവരാം എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഐഫോൺ 16 സീരീസിലുള്ള ക്യാമറ കൺട്രോൾ ബട്ടൺ ഉപയോഗിച്ച് വിഷ്വൽ ഇന്റലിജൻസ് എനേബിൾ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ ക്യാമറയുടെ ഓപ്ഷനിൽ വന്ന് ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രസ് ആൻഡ് ഹോൾഡ് ടു ലോഞ്ച് വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും iOS 18.4 അപ്ഡേറ്റിലൂടെ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ iOS 18.4 അപ്ഡേറ്റിലൂടെ ഇമേജ് പ്ലേഗ്രൗണ്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഇതിനു മുമ്പേ കണ്ട അനിമേഷൻ, ഇല്ലുസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടാതെ പുതിയതായിട്ട് സ്കെച്ച് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കൂടെ കാണാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ iOS 18.4 അപ്ഡേറ്റിലൂടെ വിഷ്വലി നമുക്ക് എടുത്തു കാണാൻ കഴിയുന്ന മറ്റൊരു വ്യത്യാസം ജെൻമോജിയുടെ കാര്യത്തിലാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു ഇമോജീസ് ആഡ് ചെയ്യുന്ന സമയത്ത് വശത്തായിട്ട് ചെറിയൊരു ഐക്കണായിട്ട് മാത്രമായിരുന്നു ജെൻമോജിയുടെ ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയുമായിരുന്നത്. എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ജെൻമോജി എന്ന് വളരെ വ്യക്തമായി എഴുതി ഒരു വിഷ്വൽ അപ്പിയറൻസിന്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം ഇവിടെ വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമോ എന്ന് ചോദിച്ചാൽ വിഷ്വൽ ഇന്റലിജൻസ് ഇല്ലാത്ത ഫോണുകളിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാത്ത ഒരു അപ്ഡേറ്റ് ആണിത്. നിങ്ങളുടെ ഫോണുകളിൽ എന്തെങ്കിലും ബഗ്സ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ഒരു പക്ഷേ അതിനൊരു പരിഹാരം കൊണ്ടുവന്നേക്കാം. പിന്നെ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ഒരു വിഷ്വൽ അപ്പിയറൻസിലുള്ള മാറ്റങ്ങൾ മാത്രമല്ല, ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസും കറക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെക്യൂരിറ്റിയെക്കുറിച്ച് വലിയ വറി ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ iOS 18.4 വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ സാധാരണ ഫോണുകളിൽ കൊണ്ടുവരുന്നില്ല. എന്നാൽ ആപ്പിൾ ഇന്റലിജൻസ് ഉള്ള ഫോണുകളിൽ ഇംഗ്ലീഷ് ഇന്ത്യ ലാംഗ്വേജിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ 16 സീരീസിലുള്ള ക്യാമറ കൺട്രോൾ ഇതിനു മുമ്പ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ക്യാമറ കൺട്രോൾ ഉപയോഗിച്ച് ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ക്യാമറാസ് തമ്മിൽ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിനു മുമ്പേ ആപ്ലിക്കേഷൻ ഫ്രീസായി പോകുന്ന ഒരു പ്രശ്നം ഞാൻ നേരിട്ടിരുന്നു. അതിൻ്റെ ഒരു പരിഹാരം എന്തായാലും ഈ ഒരു അപ്ഡേറ്റിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇന്റലിജൻസ് ഉള്ള ഫോണുകളിൽ തീർച്ചയായിട്ടും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മേജർ അപ്ഡേറ്റ് വന്നതിന് ശേഷം മറ്റൊരു ചെറിയ മൈനർ അപ്ഡേറ്റും കൂടെ വരാറുണ്ട്. അതായത് iOS 18.4.1 എന്നിങ്ങനെയുള്ള അപ്ഡേറ്റുകൾ. എന്തായാലും iOS 18.4 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിച്ചത്. ചില സാങ്കേതിക കാരണങ്ങളാലും അതേപോലെ തന്നെ മറ്റ് ചില പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും എനിക്ക് കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ കഴിയുന്നില്ല. എന്നാലും ഞാൻ ഈ ഒരു ചാനലിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. നിങ്ങളുമായിട്ടുള്ള ഒരു ടച്ച് വീണ്ടും നിലനിർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള അപ്ഡേറ്റ് വീഡിയോകളെങ്കിലും ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.